അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 22-ാം യൂണിറ്റിൻ്റെ 2-ാം ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഭാഗത്ത് നജീബ് മഹ്ഫൂദ് എന്ന പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചെറിയ നോവലിൽ നിന്ന് ചെറിയൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നജീബ് മഹ്ഫൂദിനെ കുറിച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നജീബ് മഹ്ഫൂദിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കണം. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരനും അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നോവലിസ്റ്റുമായിരുന്നു നജീബ് മഹ്ഫൂദ്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അറബിക് സാഹിത്യകാരന്മാരിൽ നിന്ന് ആദ്യമായി നോബൽ പ്രൈസ് ലഭിക്കുന്നതും അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് വളരെയധികം ക്വാളിറ്റിയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിനുണ്ട്. ഏകദേശം 70ഓളം നോവലുകളും അതുപോലെ തന്നെ 15ഓളം ചെറുകഥകളും ഷോർട്ട് സ്റ്റോറികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് അറിയപ്പെട്ട 2 കൃതികളാണ് സലാസിയത്തുൽ ഖാഹിറ അതുപോലെ തന്നെ അസ്സലാസിയത്തു താരീഖിയ്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ഈ മിസ്രിലുള്ള, ഈജിപ്തിലുള്ള, അവിടെയുള്ള സോഷ്യൽ പ്രശ്നങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് അതിനെക്കുറിച്ചുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചായിരിക്കും. അതായത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന, ഈജിപ്തിലുണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നോക്കുകയാണെങ്കിൽ 1911 ഡിസംബർ 11-നാണ് അദ്ദേഹം ജനിക്കുന്നത്. മിസ്രിലുണ്ടായിരുന്ന വളരെയധികം ഒരു മുത്തവസ്സിത്തായിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലി, ആ ഒരു ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് ഇബ്രാഹിം എന്നുള്ളവർ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന 6 മക്കളിൽ 6ാമത്തേതായിട്ടുള്ള അവസാനത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 4 സഹോദരന്മാരും അതേപോലെ തന്നെ അദ്ദേഹം കൂട്ടിയാണ്ട് അവർ ടോട്ടൽ 4 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ 1934-ലാണ് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആരംഭിക്കുന്നത്. തുടങ്ങുന്നത് തന്നെ ഒരു മുവല്ലിഫുൻ മദനിയൻ, ഗവൺമെൻറ്റിലുള്ള ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ തുടങ്ങുന്നത്. പിന്നീട് 1971-ൽ അദ്ദേഹം റിട്ടയർ ആവുന്നത് വരെ ആ ഒരു ഗവൺമെൻറ്റിൽ തന്നെയായിരുന്നു അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. 1936-ലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം തുടങ്ങുന്നത്. അദ്ദേഹം 1936-ലാണ് അദ്ദേഹം റിസാല എന്ന് പറയുന്ന ഒരു പത്രത്തിലേക്ക് അദ്ദേഹം തൻ്റെ കൃതികൾ എഴുതി അയക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതേ കാലത്ത് തന്നെ അഹ്റാം അതേപോലെ തന്നെ ഹിലാൽ എന്ന് പറയുന്ന 2 പത്രങ്ങളിലേക്കും അദ്ദേഹം ഷോർട്ട് സ്റ്റോറികൾ എഴുതി അയക്കാറുണ്ടായിരുന്നു. 1938-ൽ അദ്ദേഹം വസീറുൽ ഔഖാഫുൽ ഇസ്ലാമിയ, ഈ ഔഖാഫ് മിനിസ്ട്രിയുടെ ഒരു സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ആ ഒരു കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം അബസുൽ അഖ്ദാർ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം റാദോബീസ്, ഖാൻ ഖലീലി എന്ന് പറയുന്ന 2 ഗ്രന്ഥങ്ങളും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1945-ൽ അദ്ദേഹം അൽ ഖർദുൽ ഹസൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റും കൂടാതെ ലോൺ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പാശ്ചാത്യ സാഹിത്യങ്ങൾ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം കോൺറാഡിനെ പോലെയുള്ള, ഷേക്സ്പിയറിനെ പോലെയുള്ള, ഇബ്സനെ പോലെയുള്ള ഒരുപാട് സാഹിത്യകാരന്മാരെ, വെസ്റ്റേൺ സാഹിത്യകാരന്മാരെ എന്ത് ചെയ്തു, അദ്ദേഹം വായിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം ആർട്സ് ഓഫീസിൽ, മക്തബുൽ ഫുനൂൻ ആർട്സ് ഓഫീസിൽ അദ്ദേഹം മുദീറുൽ റിഖാബ് അഥവാ കൺട്രോൾ മാനേജറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് മുദീറു മുഅസ്സസു ദഅമു സിനിമയെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ടും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയറിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിവിൽ സർവീസ് കരിയറിൽ അദ്ദേഹം അവസാനമായിട്ട് ജോലി ചെയ്യുന്നത് വസാറത്തു സഖാഫയിലാണ്, അതായത് സാംസ്കാരികമായിട്ടുള്ള മിനിസ്ട്രിയിൽ. അതിൽ അദ്ദേഹം ഒരു മുസ്തഷാറായിരുന്നു, അഥവാ അതിൻ്റെ അഡ്വൈസറായിരുന്നു. 1971-ൽ അദ്ദേഹത്തിന് അഹ്റാം എന്നുള്ള പത്രത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയുണ്ടായെങ്കിലും അദ്ദേഹം അതിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, താല്പര്യപ്പെട്ടിരുന്നില്ല. മറിച്ച് എല്ലാ ആഴ്ചയിലും ആ പത്രത്തിൽ ഒരു കോളം എഴുതുന്ന ആളായി അദ്ദേഹം തുടരുകയും ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാലഘട്ടം മുമ്പ് വരെ അദ്ദേഹം ഈ പത്രത്തിലേക്ക് എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം അറബി ഭാഷയിൽ, അറബി സാഹിത്യകാരന്മാരിൽ നിന്ന് ആദ്യമായി നോബൽ പ്രൈസ് ലഭിക്കുന്നത് അദ്ദേഹത്തിനാണ്. 1988 ഒക്ടോബർ മാസത്തിലായിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വഫാത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം രോഗിയാവുകയും രോഗമായതിനു ശേഷം 20 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്നത്. 2006 ഓഗസ്റ്റ് 29-നാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണകാരണം ബ്ലീഡിംഗ് ഉണ്ടാവുന്ന പഴുപ്പും അതേപോലെ തന്നെ ലങ്സിലും കിഡ്നിയിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1-2 നമുക്ക് പഠിച്ചു വെക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച 1-2 നമുക്ക് ഇതുവരെ ഒന്ന് കണക്ട് ചെയ്യുകയും ചെയ്യാം. അതിൽ ഒന്നായിട്ടുള്ളത് റാദോബീസ്, അതേപോലെ തന്നെ ഖാൻ ഖലീലി,
അതേപോലെ തന്നെ അബസുൽ അഖദാർ, ഹംസുൽ ജുനൂൻ. ഈ 4 പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഈ 4 ഓർത്ത് വെച്ചാൽ മതിയാവും. ഇത് നമുക്ക് എസ്സേയിൽ മറ്റു പലയിടത്തും ഉപയോഗിക്കാം. അബസുൽ അഖദാറൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണെന്ന് പറഞ്ഞ് എഴുതാം. അതേപോലെ തന്നെ അദ്ദേഹം തുടക്കകാലത്ത് എഴുതിയിട്ടുള്ള കൃതികളാണല്ലോ റാദോബീസും ഖാൻ ഖലീലും ഒക്കെ. അപ്പോൾ 4 അല്ലെങ്കിൽ 3-4 അത് വെച്ച് പഠിച്ചു വെച്ചാൽ മതിയാവും. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ നോവൽ, അദ്ദേഹത്തിൻ്റെ അബസുൽ അഖദാർ എന്ന് പറയുന്ന നോവലിൽ നിന്ന് ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അബസുൽ അഖദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധികളുടെ കളി. അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു നോവലാണ്, ഹിസ്റ്റോറിക്കൽ നോവലാണ്. അത് പറഞ്ഞു തുടങ്ങുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഖൗഫ് ബിൻ ഖനൂം അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം ഒരു ദൈവികമായിട്ടുള്ള ഒരു മാഹാത്മ്യവും ഗാംഭീര്യവും എല്ലാം ഉണ്ട്. അദ്ദേഹം തൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ആ കൊട്ടാരത്തിൻ്റെ വിശാലമായ കിളികൾ, പാടുന്ന കിളികളുള്ള ആ ഒരു തോട്ടത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടം നിൽക്കുന്നത് മൻഫി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ആ തോട്ടത്തിന് ചുറ്റും ഒരു വെളുത്ത മതിലുമുണ്ട്. അദ്ദേഹം തൻ്റെ കുട്ടികളുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുടെയും അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിൻ്റെ മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. പടിഞ്ഞാറിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയ സൂര്യൻ്റെ കിരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പട്ടുവസ്ത്രത്തിൻ്റെ ഒരു മൂല, ആ മൂല സ്വർണം കൊണ്ടുണ്ടാക്കിയ ആ ഒരു മൂല തിളങ്ങുന്നുമുണ്ട്. അദ്ദേഹം വളരെയധികം ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറം ഒട്ടകപക്ഷിയുടെ തൂവൽ കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു തലയിണയിലേക്ക് ചാരി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ ഒരു ചെറിയൊരു തലയിണ. ആ തലയിണയാണെങ്കിലോ സ്വർണത്തിനാൽ അലങ്കരിക്കപ്പെട്ട പട്ടിനാൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തലയിണയിലേക്ക് അദ്ദേഹം കൈ ഇങ്ങനെ ചാരി വെച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉയർന്ന നെറ്റിയിലും ഉയർന്ന നോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം വെളിവാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉയർന്നതായിട്ടുള്ള മൂക്കിലും ശക്തമായിട്ടുള്ള തണ്ടൻ കൈകളിലും വിശാലമായിട്ടുള്ള നെഞ്ചിലും അദ്ദേഹത്തിൻ്റെ മാസ്മരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി വെളിവാകുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 40 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിനുള്ളൊരു ഗാംഭീര്യം അദ്ദേഹത്തെ വലയം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫിർഔൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജാക്കന്മാർ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാത്മ്യത്തിൻ്റെ ഒരു പ്രഭാവലയം ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് അദ്ദേഹം തൻ്റെ ആ മക്കളിലേക്ക് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ ഈന്തപ്പനകൾക്കും മരങ്ങൾക്കും പിന്നിലുള്ള ആ അസ്തമാന ചക്രവാളത്തിലേക്കും അദ്ദേഹം നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ വലത്ത് ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് വിദൂരത്തായിട്ടുള്ള കുന്നുകളെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. ആ കുന്നിൻ്റെ കിഴക്ക് ഭാഗത്തെ സംരക്ഷിക്കാൻ അബുൽ ഹൗൽ എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട്. ആ കുന്നിൻ്റെ മേൽ പ്രതിമയുണ്ട്. ആ പ്രതിമയാണ് ആ കുന്നിൻ്റെ കിഴക്ക് ഭാഗം സംരക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ആ കുന്നിൻ്റെ മുകളിൽ അവരുടെ പ്രപിതാക്കന്മാരുടെ ആധാറുകൾ, അവരുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ട്. അതിൻ്റെ മുകളിൽ ലക്ഷക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർ അതിൻ്റെ മുകളിലുള്ള മണൽ കൂനകളെ നീക്കുന്നുണ്ട്. അവിടെയുള്ള പാറകളെ അവർ മുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് വെച്ചിട്ടുള്ള ഫിർഔൻ്റെ ആ പിരമിഡിൻ്റെ ബേസ്മെൻറ്റിനെ അവർ കുഴിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹം എന്താണ് അവിടെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെ ഇദ്ദേഹം എന്താണ് നമ്മുടെ നജീബ് മഹ്ഫൂദ് ഒരു സാഹിത്യപരമായിട്ടുള്ള രീതിയിൽ വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നീട് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഫിർഔൻ ഇത്തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ജോലികളിൽ നിന്നൊക്കെ ഫ്രീ ആക്കുന്ന, ഇത്തരത്തിലുള്ള കുടുംബത്തോടു കൂടെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഫിർഔൻ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. അദ്ദേഹം ഈ പാരമ്പര്യമായിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ പിരടിയിൽ നിന്ന് നീക്കി. അദ്ദേഹം അതൊക്കെ ഒഴിവാക്കി. എന്നിട്ട് അദ്ദേഹം വളരെയധികം സ്നേഹമുള്ള ഒരു പിതാവ്, വാത്സല്യമുള്ള ഒരു സുഹൃത്തായിട്ട് അദ്ദേഹം മാറി. അവർ അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് രഹസ്യങ്ങളും മറ്റു പല കാര്യങ്ങളും സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളും അതല്ലാതെ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളും അവർ ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ അവർ എന്താണ് അവരുടെ നാവുകളിൽ നിന്ന് ഒരുപാട് തമാശകൾ വീഴുന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ചില വിധികളെല്ലാം അവിടെ വെച്ച് തന്നെ നടപ്പാക്കുന്നു. ആ ഒരു രീതിയിൽ എന്താണ് വളരെയധികം നല്ല രീതിയിൽ അവരെന്താണ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സായാഹ്നത്തെയാണ്, അവരെല്ലാവരും നല്ലപോലെ സംസാരിച്ചിരിക്കുന്ന ഒരു അസ്തമാന സമയത്തെയാണ് ഇവിടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. പിന്നീട് ഇവിടെ പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തു നിന്നുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള വൽഹാസിൽ നോക്കി വെക്കുക. ഒരു പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇത് കൊടുത്തുകൊണ്ട് ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വൽഹാസിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. പിന്നെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.